പി സരിൻ ചതിയൻ, തിരികെ വന്നാലും കോൺഗ്രസ് എടുക്കില്ലെന്ന് കെ സുധാകരൻ. പി സരിൻ കാണിച്ചത് വലിയ ചതിയാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മറുപക്ഷം ചാടുന്നയാളെ വിശ്വസിക്കാനോ കൂടെ നിർത്താനോ സാധിക്കില്ല. നിർണായക സമയത്ത് പാർട്ടിയെ വഞ്ചിച്ച വ്യക്തിയെ തിരികെ വന്നാലും കോൺഗ്രസ് എടുക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. പാലക്കാട്ട് ജയം ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. BJPയെ കോൺഗ്രസ് നിലംപരിശാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനരോഷം ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു. CPMന്റെയും BJPയുടെയും വർഗീയ പ്രചരണങ്ങൾക്ക് ജനം നൽകിയ തിരിച്ചടി കൂടിയാണ് ഈ ജനവിധി. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും UDFന് ലഭിച്ചു. പരാജയത്തിലെ ജാള്യതയാണ് CPM വർഗീയ ആരോപണം ഉന്നയിക്കുന്നത്. സർക്കാരിനോടും CPMനോടുമുള്ള ജനങ്ങളുടെ വെറുപ്പാണ് അവർക്ക് തിരിച്ചടിയായത്. അത് മനസ്സിലാക്കാതെ വെറുതെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് CPM. പാലക്കാട് BJP തോറ്റതിൽ CPM കടുത്ത നിരാശയിലാണ്. BJPയുടെ അജണ്ടകളാണ് CPM നടപ്പാക്കാൻ ശ്രമിച്ചത്. അതിനുള്ള തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടും പാഠം പഠിക്കാൻ CPM തയ്യാറാകുന്നില്ല. തീവ്ര കമ്മ്യൂണിസ്റ്റുകളുടെയും വോട്ടുകൾ വയനാടും പാലക്കാടും ചേലക്കരയിലും UDFന് കിട്ടി. അത് സൂചിപ്പിക്കുന്നത് പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിന്റെ വ്യാപ്തിയാണ്. ചേലക്കരയിലെ പരാജയ കാരണം പരിശോധിക്കും. കഴിഞ്ഞ 3 പതിറ്റാണ്ട് CPM കൈവശം വയ്ക്കുന്ന മണ്ഡലമാണ് ചേലക്കര. CPMന് അവിടെ കഴിഞ്ഞ തവണ കിട്ടിയ 39,400 ഭൂരിപക്ഷം 12,201 താഴ്ത്താനായ കോൺഗ്രസിന് ഗോൾഡ് മെഡലാണ് തരേണ്ടത്. CPMന്റെ കോട്ടയിൽ അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തനത്തിന്റെ വിജയമാണ്. രമ്യ ഹരിദാസ് മികച്ച സ്ഥാനാർത്ഥിയാണ്. അവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആരും പരാതി പറഞ്ഞിട്ടില്ല. മറിച്ച് അഭിപ്രായമുണ്ടോ എന്നറിയില്ല. സന്ദീപ് വാര്യരെക്കുറിച്ചും മനോഹരമായ വാക്കുപയോഗിച്ച ആളാണ് AK ബാലൻ. CPMൽ പോയാൽ മിടുക്കനും തറവാടിത്തമുള്ളവനും ക്രിസ്റ്റൽ ക്ലിയറും എന്നാണ് പറഞ്ഞത്. കോൺഗ്രസിലേക്ക് വന്നപ്പോൾ എല്ലാം മാറി. അഭിപ്രായ സ്ഥിരത എന്നത് രാഷ്ട്രീയ നേതാവിൻ്റെ ക്വാളിറ്റിയാണ്. വായിൽ തോന്നിയതും സമയത്ത് തോന്നിയതും വിളിച്ചു പറയുന്നവർ രാഷ്ട്രീയക്കാരനല്ല. അവർ രാഷ്ട്രീയത്തിൻ്റെ ഭ്രാന്തവികാരത്തിൻ്റെ ഉടമസ്ഥനാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തിരിച്ചുമറിച്ചും സംസാരിക്കുന്നതെന്നും കെ സുധാകരൻ ചോദിച്ചു.